അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഈസി മുട്ടക്കറി ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കോഴിമുട്ട, പിന്നെ തേങ്ങ 4 ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ടയും അതുപോലെ വെള്ളവും പിന്നെ അതുപോലെ തേങ്ങ, ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും മൈദയും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഞാനിവിടെ 300 ml ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഗ്ലാസ് വെള്ളം, അതായത് 300 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം സൈഡിലൊക്കെ ഉള്ളത് ഒന്നും കൂടി തട്ടി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായി അടിച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി മാവൊക്കെ റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് ഞാൻ ഇവിടെ 5 എടുത്തിട്ടുണ്ട്. അത് അധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ്. നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ കോഴിമുട്ട ഒഴിച്ച് വേവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയിലൊന്ന് തേങ്ങാപ്പാൽ ചൂടായി കഴിഞ്ഞാൽ കോഴിമുട്ടിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടെ, മേലെ ഒന്ന് വേഗം വെന്ത് കിട്ടാനായിട്ട്. ഇനി കോഴിമുട്ട വേവുന്ന നേരം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ഒന്ന് താളിച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക്, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതൊന്ന് നമുക്ക് ആ നെയ്യിലേക്ക് ഇട്ടൊന്ന് താളിച്ചെടുക്കാം. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. പുതിന കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പുതിന ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ, മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കോഴിമുട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച മാവൊക്കെ ചെറുതായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 50 ml വെള്ളം കൂടി ഞാനെനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓട്ടപ്പം ചുടാൻ വേണ്ടി ഞാനിവിടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഈ അപ്പം നമുക്ക് ഫ്രൈ പാനിൽ ചുട്ടാൽ തന്നെ നല്ല ഓട്ടയായിട്ട് കിട്ടും. ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിയിലുള്ള മാവാകുമ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് പരന്ന് വരുന്നതിനൊപ്പം തന്നെ ഓട്ടയായിട്ട് വരും. നമ്മളത് കയ്യിലോട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ ഓട്ടം വന്ന് കഴിയുന്നതോട് കൂടി തന്നെ അത് വെന്ത് കിട്ടും. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. മുഴുവൻ ഓട്ടം വന്നതിന് ശേഷം ഞാനൊരു 10 സെക്കൻഡ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഓട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കാം. ഈ മാവ് നമ്മൾ ദോശമാവൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിലും ഈസ്റ്റിൻ്റെ ആ ഒരു മണോ ടേസ്റ്റോ ഒന്നും ഇതിന് തോന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ മുട്ടയും ഉപ്പും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ഓട്ടപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിട്ട് ഇതിനുണ്ടാവുക. നിറയെ ഓട്ടയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും നെയ്യും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ സാധാരണ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഓട്ടപ്പം. അപ്പം ഇനി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു റെസിപ്പി വെച്ച് നമ്മൾ ഓട്ടപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചട്ടിയില്ലെങ്കിലും ഫ്രൈ പാനിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഓട്ടപ്പം മുട്ടക്കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.